ഗയാൽസ് രണ്ടാളും ഒരു പടം കാണാൻ പോകേണ്ട തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിന് 2 പടങ്ങളാണുള്ളത്. ഒന്ന് ഫെബ്രുവരി 9 റിലീസായ പ്രേമലവും, പിന്നെ 15 റിലീസായ ബ്രഹ്മയുഗവും. ഇതിലേത് കാണണമെന്ന് എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. രണ്ടിൻ്റെയും ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി നമുക്ക് പറ്റിയ പടം പ്രേമലുവാണെന്ന്. കാരണം എനിക്ക് ഈ ക്ലാസ് മാസ് പടങ്ങളെക്കാളും ഇഷ്ടം രസകരമായിട്ട് ഫൈറ്റുകളൊന്നുമില്ലാതെ പറഞ്ഞു പോകുന്ന കഥകളാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു ഫിലിമാണ് പ്രേമലു. മുമ്പ് RDXും കണ്ണൂർ സ്ക്വാഡും കണ്ടതിന് ശേഷം തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി പുത്രന്മാരെയും കൊണ്ട് അടിപ്പടങ്ങൾക്ക് പോകേണ്ടതെന്ന്. കാരണം 2 പേരും അനുകരണ കലയിൽ വിദഗ്ധന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞാനും കെട്ടിയവനും പ്രേമലു തിരഞ്ഞെടുത്തു. കൂടെ ഇളയച്ചനും അനിയനും ഉണ്ടായിരുന്നു. അവർ ബ്രഹ്മയുഗത്തിനും പോയി. ഞങ്ങൾ കക്കട്ടിൽ അജന്തയിലാണ് പോയത്. ഇന്നും ഹൗസ്ഫുള്ളായിരുന്നു. ആദ്യം കണ്ട പടത്തിനെ കുറിച്ച് പറയാം. രസകരമായി പറഞ്ഞു പോകുന്ന ഒരു പ്രണയകഥ. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊരു നിറമൊക്കെ കണ്ടിരുന്നൊരു ഫീൽ കിട്ടി എനിക്ക്. അപ്പോൾ ഇതിൽ ഏത് പടം കാണണമെന്നതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 2 പടവും കാണാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും 2 പടങ്ങളും കാണണം. കാരണം രണ്ടും 2 തരം അനുഭവങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സിനിമയെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമയുടെ ഓരോ പുതുമകളെയും ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഓരോ ഫ്രെയിമും കണ്ട് വിലയിരുത്തി ആസ്വദിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രഹ്മയുഗം കാണണം. നിങ്ങൾ കടുത്തൊരു മമ്മൂക്ക ഫാനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബ്രഹ്മയുഗം മിസ്സാക്കരുത്. അപ്പം ബ്രഹ്മയുഗം ഓരോ റിവ്യൂസ് നോക്കിയാൽ അറിയാം, കണ്ടവരൊക്കെ പറയുന്നത് ഒരു അപാര പടമാണെന്നാണ്. അഭിനയത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ബ്രഹ്മയുഗം. ഇനിയിപ്പോൾ എന്നെപ്പോലെ വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോവുകയാണ്, കുറച്ചധികം ചിരിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് പ്രേമലു. രസകരമായി പറഞ്ഞു പോകുന്ന ഒരു പ്രണയ കഥയാണിത്.